സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്തുകൊണ്ടെത്തിയ KSRTC പ്രിയദർശിനി ബസ് സർവീസ് ജനങ്ങൾക്കും സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ തലവേദനയാവുകയാണ്. സൗജന്യ യാത്ര ആയതിനാൽ തന്നെ ബസ്സിൽ അനുഭവപ്പെടുന്ന വൻ തിരക്ക് ദിനംപ്രതി ആശങ്ക ഉയർത്തുന്നുണ്ട്. തിരക്ക് മൂലം ബസ്സുകൾക്കുണ്ടാകുന്ന കേടുപാടുകളും സർവീസിന് ഉപയോഗിക്കുന്ന ബസ്സുകളുടെ കാലപ്പഴക്കവും അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. മാത്രമല്ല, അമിതമായ തിരക്ക് മൂലം സമയക്രമവും പാലിക്കാൻ കഴിയുന്നില്ല. ഓർഡിനറി സർവീസ് നടത്തിയിരുന്ന ബസ്സുകളൊക്കെ പ്രിയദർശിനിയാക്കിയതല്ലാതെ കൂടുതൽ ബസ്സുകളൊന്നും സർവീസിനെത്തിയിട്ടില്ല. എല്ലാ സ്റ്റോപ്പിലും ആളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതിനാൽ മുമ്പത്തെ പോലെ കൃത്യസമയത്ത് സ്റ്റോപ്പിലെത്താൻ ബസ്സിന് കഴിയാതെ വരുന്നു. ഈ സാഹചര്യത്തിൽ ബസ്സുകളെ ആശ്രയിച്ച് ജോലിക്ക് പോയിരുന്നവർക്ക് ഇപ്പോൾ കൃത്യസമയത്ത് ജോലിക്കെത്താൻ സാധിക്കുന്നില്ല. കൂടാതെ ബസ്സിന് വഹിക്കാനാവുന്നതിൽ നിന്നും രണ്ടിരട്ടി ആളുകളുമായാണ് ബസ്സുകൾ റോഡിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നത്. രാവിലെ ജോലിക്കെത്തേണ്ടവർ തിരക്കാണെങ്കിലും പ്രിയദർശിനി ബസ്സുകളെ തന്നെ ആശ്രയിക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് എത്താനാകാതെ വരുന്നതോടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ കൂടി ഈ സമയത്ത് അനുവദിച്ചാൽ തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനാകുമെന്ന് ജനങ്ങൾ പറയുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആലോചനകളൊന്നും നിലവിലില്ലെന്നതാണ് വാസ്തവം. വർദ്ധിച്ച തിരക്ക് മൂലം പ്രിയദർശിനിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന ജീവനക്കാരും വലയുകയാണ്. പ്രിയദർശിനിയിൽ കൂടുതലും വനിതാ കണ്ടക്ടർമാരാണ് ജോലി ചെയ്യുന്നത്. തിരക്കിനപ്പുറം അപകടത്തിനുള്ള സാധ്യതയാണ് ജീവനക്കാരെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. പല ബസ്സുകളും കാലാവധി കഴിഞ്ഞിട്ടും അനുമതി വാങ്ങി ഓടുന്നതാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ ഗവിയിലേക്കും മറ്റും സർവീസ് നടത്തുന്ന ബസ്സുകൾ പോലും പകുതി വഴിയിൽ കട്ടപ്പുറത്താവുന്നു. 36 സീറ്റുള്ള ചെറിയ ബസ്സാണ് ഈ റൂട്ടിൽ ഓടുന്നത്. അമിതഭാരം വഹിക്കാനാകാത്ത ഈ ബസ്സുകളിൽ സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ട്രിപ്പ് ഓടുന്നത്. ഇടയ്ക്കിടെ വണ്ടി വനമേഖലയിലടക്കം വഴിയിൽ കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. 36 സീറ്റുള്ള ബസ്സുകളിൽ നിന്ന് 80-ലധികം യാത്രക്കാർ വരെ സഞ്ചരിക്കുന്നത് വലിയ അപകട സാധ്യതകളാണ് തുറന്നുവെക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രിയദർശിനി ബസ്സിൽ നിന്നൊരു വിദ്യാർത്ഥിനി വാതിൽ തുറന്ന് തെറിച്ചു വീണത് വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു. ഇതോടെ ബസ്സുകളിൽ കൂടുതൽ ആളുകളെ കയറ്റരുതെന്ന നിർദ്ദേശം ലഭിച്ചെങ്കിലും ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനാകാതെ കുഴയുകയാണ് ജീവനക്കാർ. അതിനിടെ പ്രിയദർശിനി സൗജന്യയാത്ര സ്വകാര്യ ബസ് ഉടമകളുടെ ജീവിതവും താറുമാറാക്കി. ഓണക്കാലത്തോടെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് വ്യവസായം നിലയ്ക്കുമെന്നാണ് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ പറയുന്നത്. പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ മരണമണി അടിച്ചെന്നും അസോസിയേഷൻ വ്യക്തമാക്കുന്നു. കൂടിയാലോചനയില്ലാതെ ഏകപക്ഷീയമായാണ് പദ്ധതി പ്രഖ്യാപിച്ചതെന്നും പ്രിയദർശിനി പദ്ധതി ആരംഭിച്ച് 45 ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് ബസ്സുകൾ സർവീസ് നിർത്തിയെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.